ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ 45 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് നിങ്ങളിപ്പോൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 1.3 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേപോലെ പണിതിരിക്കുന്ന 2 വീടുകളാണ്. ഒരു വീട് സെയിലായി. നമുക്ക് ഈ ഒരു വീട് മാത്രമാണ് ഇനി സെയിലിനായിട്ടുള്ളത്. ഇവിടെ നിന്ന് പള്ളിക്കര ജംഗ്ഷനിലേക്ക് 1.3 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കാണെങ്കിൽ 9.4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റ് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ 9.3 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്ക് 17 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 24 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വീതിയുള്ള വഴി തന്നെയാണ്. നമുക്ക് വീടിന്റെ ആ ഒരു എലിവേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഭംഗിയായൊരു സ്റ്റാൻഡേർഡ് ആയൊരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റും പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഗ്രേ കളർ പെയിന്റും കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കിയാലും ബോർഡർ ലൈനുകളൊക്കെ ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് 2 വീലർ വെക്കാനായിട്ട് വേറെയും സ്പേസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വെള്ളത്തിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ KWയുടെ വാട്ടർ കണക്ഷൻ ആണ് ഇവിടെ നമുക്കുള്ളത്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് പോകുന്ന വഴി ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വീടിന്റെ ആ ഒരു ബാക്ക് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ബാക്ക് സൈഡിലൂടെ നടന്ന് നമ്മുടെ നേരെ വീടിന്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ പോർഷനിലൂടെ, അത് കിച്ചണിന്റെ ബാക്ക് സൈഡിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട് നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടിയിട്ട് 1400 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് വീടിന് ചുറ്റിനും സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീട് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് നമുക്ക് ഈ ഏരിയയിൽ ചെറിയൊരു പവർ ഇന്ററപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റും സ്വിച്ചസും ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചില ലൈറ്റിന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ക്ഷമിക്കുക. കാരണം പവർ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് വീടിന്റെ ഒരു ദർശനം വരുന്നത്, മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാർ പോർഷനിൽ നിന്നും ഡയറക്റ്റ് സ്റ്റെപ്പുകളിൽ കയറി നേരെ വീടിനകത്തേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ട് ഒഴിവാക്കിയിട്ട് സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. നേരെ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ബാക്കിയുള്ള 2 വിൻഡോസും ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്പുകളിലെല്ലാം തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഭാഗമാണെങ്കിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്കൊരു പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. TV വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വോളാണ് യൂസ് ചെയ്യാവുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ടേബിൾ ഇടുകയോ അല്ലെങ്കിൽ വോളിൽ ഒരു ചെറിയ വർക്ക് കൊടുക്കുകയോ ചെയ്താൽ TV ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് TV കാണാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹാള് വരുന്നത്. ഏകദേശം ഒരു 6-7 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള നല്ല ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളില് ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം നമുക്ക് പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. എല്ലാ റൂമുകളിലും നമുക്ക് എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് ചെറിയൊരു വാഷ് ബേസിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ നമുക്ക് താഴത്താണ് 1ാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. ഇതേ മോഡലിലാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 2 വിൻഡോസും ഇവിടെ ബാക്കി 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അതുകൂടാതെ എയർ ഹോൾ ഫെസിലിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോർ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ആൻഡ് ഒരു യെല്ലോ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്.
ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡോർ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. കിച്ചണകത്ത് നമുക്കൊരു 2-3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ മുകളിലും താഴെയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് അവിടെ ആ ഒരു ടൈലുകളെല്ലാം തന്നെ ഒട്ടിച്ചിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് തന്നെയാണ്, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കിച്ചന്റെ ഏറ്റവും ടോപ്പിന് മുകളിൽ നോക്കിയാൽ നമുക്ക് അവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് ചെറിയൊരു അപ്പർ ബർത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്നാൽ വീടിന് നേരെ പുറത്തേക്കാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന വഴിക്കൊക്കെ നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് എല്ലാം മുകൾ ഭാഗം വരെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുത്തിട്ട് അകത്തെ ടഫറ്റ് ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പെർഗോള മോഡലിൽ ചെറിയ ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാൾ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ടി വി വെക്കാനുള്ള പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോസും അവിടെ 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലെ റൂഫിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ബാൽക്കണി സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. നമുക്ക് നല്ല വലിയൊരു ബാൽക്കണി തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോഴാണ് ഹാള് കണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ചെയ്ത് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകളും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏരിയ ഒക്കെ കാണാനുള്ളത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് അത്യാവശ്യം സ്പേസ് ഒക്കെ കൂടുതൽ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അവിടെ 2 വിൻഡോസും ഈ ഭാഗത്തായിട്ട് ബാക്കിയുള്ള 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ബാത്റൂമിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിലെ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 സെന്റ് ലാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണെങ്കിൽ പോലും ബാത്റൂമിനകത്തൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇത് നേരെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണേണ്ടത്. യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുന്ന വഴിക്ക് ഈ ഭാഗത്തൊരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെയായിട്ട് നമുക്കൊരു വാഷ് ബേസിനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലഗ് പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും വെറും 1.3 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ഏകദേശം 950 മീറ്റർ, 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. അടുത്തടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. ഇതേപോലെ ഒരേ മോഡൽ ചെയ്തിരിക്കുന്ന 2 വീടുകൾ ഉള്ളതിൽ ഒരെണ്ണം സെയിലായി. ഈ ഒരു വീട് മാത്രമാണ് ഇത് സെയിലിനായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഈ ഒരു ബഡ്ജറ്റിലെ വീടുകൾ നമുക്ക് കിട്ടാനില്ല. വീട് ഉണ്ട് എന്നൊരു ചാനൽ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് വീട് സ്വന്തമാക്കാനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചാൻസ് നഷ്ടമാവാതിരിക്കട്ടെ. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 3 സെന്റ് സ്ഥലത്താണ്. 3 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നത്. ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയയും കിട്ടുന്നുണ്ട്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഓണർ ചോദിക്കുന്ന പ്രൈസ് 45 ലക്ഷം രൂപയാണ്. നിങ്ങളത് കാര്യമാക്കേണ്ട. മാർബിൾ ഹോംസ് വഴിയാണ് നിങ്ങൾ ഈ വീട് വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഒരു വീട് ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ നെഗോഷ്യബിൾ പ്രൈസ് 45 ലാക്സ് ആണ്. എത്രയും പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ ഈ ഒരു വീട് സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ലോൺ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും വൈകണ്ട, പെട്ടെന്ന് ഫോൺ എടുക്കുക, വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും
ബൈ.